ഹലോ. അപ്പോൾ ഗായ്സ് ഇന്ന് ട്യൂസ്ഡേ ആയിരുന്നു. എന്തായിരുന്നു ട്യൂസ്ഡേ നിങ്ങളുടെയൊക്കെ പരിപാടി? അപ്പോൾ കണ്ടില്ലേ, രാവിലെ ഈ സ്ലീവ്ലെസ് ഉടുപ്പൊക്കെ ഇട്ട് ഊബറും ബുക്ക് ചെയ്ത് ഞാൻ പോകുന്നത് നമ്മുടെ വഞ്ചൂർ ഡിസ്ട്രിക്ട് കോർട്ടിലോട്ടാണ്. അവിടെ ഇന്ന് എനിക്ക് കേസുണ്ട്. ഈ കേസൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 1 വീക്ക് മുന്നെങ്കിലും വിളിച്ച് പറയണമെന്ന്. എങ്കിലല്ലേ എനിക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ എങ്ങനെയാണ് അവിടെ നിന്ന് പെർമിഷനൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇന്നലെ വൈകിട്ടാണ് പറഞ്ഞത്, ശ്രുതി ഇന്ന് കേസുണ്ട് കേട്ടോ എന്ന്. പിന്നെ ഓക്കെ, എൻ്റെ ആവശ്യമില്ല എന്ന് കരുതിയിട്ട് ഞാൻ പോയി. ഈ സ്ലീവ്ലെസ് ഉടുപ്പൊക്കെ ഇട്ട പുറത്ത് ഭയങ്കര ചൂടാന്നേ. പിന്നെ ഞാൻ പോയ സ്ഥലം കോടതിയും കൂടെ അല്ലേ, അപ്പോൾ കുറച്ച് നീറ്റായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചുമ്മാ ഒരു ഷോയിന് ഷോളൊക്കെ എടുത്ത് ഇട്ടെന്നേ ഉള്ളൂ. അതും കൂടെ ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മോ ഭയങ്കര ചൂട്. ഇത് എന്താ പറയുക, ഫാമിലി കോർട്ടിൻ്റെ അവിടെ ആയിരുന്നു. 85ാമത്തെ എന്തോ ആയിരുന്നു. 10:45 എത്തിയ ഞാൻ ഗൈസ് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴേക്കും മണി 1. കാരണം അത്രയും കേസ് ഉണ്ടായിരുന്നു. ഓരോന്ന് വിളിച്ച് സംസാരിച്ചൊക്കെ ഇറങ്ങിയപ്പോഴേക്കും ഞാനൊരു വഴിയായി ശരിക്കും ക്ഷീണിച്ചു ഗൈസ്. ഞാൻ പിന്നെ വിചാരിച്ചു, അയ്യോ ഒരു ജ്യൂസ് വല്ലതും മേടിച്ചിട്ട് അകത്ത് കയറിയാൽ മതിയായിരുന്നു എന്ന്. അവിടെ ആണെങ്കിൽ അത്രയും ഇരിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. കുറച്ച് ചെയർ ഇട്ടിരിക്കണം, എന്നിട്ട് അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുക, ഇവിടെ ലോയേഴ്സിന് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ ബാക്കി കേസിനൊക്കെ ഞങ്ങളൊക്കെ പോയി തറയിലിരിക്കുമോ? എനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് മേലെ അവസാനം ഒരു 10-200 മീറ്റർ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ കണ്ടായിരുന്നു അവിടെ കരിക്കൊക്കെ അല്ലേ നല്ല വിൽക്കണേ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ വേണം കഴിക്കാൻ. ലൈക്ക് ലൈം ജ്യൂസ് കുടിക്കാം, പിന്നെ കരിക്ക്. ഞാനവിടുന്ന് കരിക്ക് കുടിച്ചു. പിന്നെ കരിക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ നോക്കിയപ്പോൾ എൻ്റെ അമ്മ തേങ്ങയായിട്ടിരിക്കണു. ആ കരിക്കിൻ്റെ അകത്ത് വെള്ളം പോലും ശരിക്കും ഇല്ലായിരുന്നു ഗൈസ്. കാരണം ഇപ്പോഴത്തെ ചൂടിൽ എനിക്ക് തോന്നുന്നു തേങ്ങയ്ക്കകത്തുള്ള വെള്ളം വരെ വറ്റിപ്പോവാന്ന്. പിന്നെ ഞാൻ ഈ ഷോപ്പിൽ തിരികെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വന്നത് ഈ ഷോപ്പിലോട്ടാണ്. കാരണം എനിക്ക് ഒരു ക്യാമിസോൾ മേടിക്കണമായിരുന്നു. വന്ന് കയറി കുറേ ചുറ്റി നോക്കി ഒരു 4-5 സാധനം ഞാൻ എൻ്റെ ഫോൺ നോട്ട്സിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും മേടിച്ചില്ല. കാരണം ഭയങ്കര ചൂടായതിൻ്റെ അകത്ത് ഒടുക്കത്തെ തള്ളൽ ആൻറ്റിമാർ ചേച്ചിമാരും എല്ലാം കൂടെ എന്നെ ഇട്ട് തള്ളി മറിക്കണു. ഞാൻ പിന്നെ ഒരു ക്യാമി സ്ലിപ്പ് മാത്രം, അത് ഇന്നറാട്ടോ, അത് മേടിച്ചിട്ട് തിരിച്ചിറങ്ങി. എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചു. തിരികെ വരാൻ നേരം ബംഗ്ലാദേശ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു നല്ലൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഒരു 100 രൂപയേ ഉള്ളൂ ചിക്കൻ ബിരിയാണിക്ക്. പക്ഷേ എന്തോ വില കൂടിയെന്നാണെന്ന് തോന്നുന്നു. 110 രൂപേൻ്റെ ഇത് മേടിച്ചു ഗൈസ്. ഉച്ചയ്ക്ക് വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബിരിയാണി മേടിച്ചത്. അങ്ങനെ ബിരിയാണി മേടിച്ച് പൊട്ടണ ചൂടിൽ ഞാനങ്ങനെ ഫൈനലി വീടെത്തി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗിലുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ട്യൂസ്ഡേ വ്ളോഗ്? ഇഷ്ടമായ എല്ലാവർക്കും?